നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. നാട് ഇരുട്ടിൽ തന്നെ, ആവശ്യത്തിന് ജീവനക്കാരും സംവിധാനവുമില്ലാതെ KSEB. ചേരങ്കൈ കടപ്പുറത്ത് കടൽ ഇളകി മറിയുന്നു, നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം. ഗവൺമെന്റ് കോളേജ് ക്യാമ്പസ് കൊതുക് വളർത്ത് കേന്ദ്രമാവുന്നു, വിദ്യാർത്ഥികൾ പനി ഭീഷണിയിൽ, ഒരാൾ ആശുപത്രിയിൽ. കടൽ ഭിത്തി നിർമ്മാണത്തിൽ അഴിമതി എന്ന ആരോപണം, ധർണ സമരവുമായി BJP. നോ പാർക്കിംഗ് ബോർഡില്ല, പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പിഴ, കാസർകോട്ട് പോലീസിന്റെ പകൽക്കൊള്ള. ഗോവിന്ദപൈ കോളേജിലെ ബാറ്ററി മോഷണം, പ്രതി അറസ്റ്റിലായത് കോളേജിലെ പ്യൂൺ. റമസാൻ വിപണിയിൽ താരം സമൂസ തന്നെ, രുചി പകരാൻ വിവിധ ചിക്കൻ വിഭവങ്ങളും. വിശദമായ വാർത്തകളിലേക്ക്. നാട് ഇരുട്ടിൽ തന്നെ, ആവശ്യത്തിന് ജീവനക്കാരും സംവിധാനവുമില്ലാതെ KSEB. തുടർച്ചയായ മൂന്നാം ദിവസമാണ് കാസർകോടിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നത്. ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി മുടക്കം പതിവായതോടെ നാടും നഗരവും തുടർച്ചയായി മൂന്നാമത്തെ ദിവസവും ഇരുട്ടിലായി. ഇടയ്ക്ക് വന്നു നോക്കുന്ന വൈദ്യുതി അധികം വൈകും മുമ്പ് പോവുകയും ചെയ്യുന്നു. ശക്തമായ കാറ്റിൽ പല ദിക്കിലും മരങ്ങൾ കടപുഴകി വീണതോടെയാണ് വൈദ്യുതി വിതരണം താറുമാറായത്. ചെർക്കള സെക്ഷന്റെ പരിധിയിൽ ബോവിക്കാനം, പൊവ്വൽ, ഇരിയണ്ണി, കാനത്തൂർ, പായർപ്പള്ളം, കോട്ടൂർ, മല്ലം, നെല്ലിക്കട്ട, ഇടനീർ, ബാവിക്കര, ആലൂർ, മൂലനടുക്കം ഭാഗങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി വൈദ്യുതി മുടങ്ങിക്കിടക്കുന്നു. ഇവിടെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. നോമ്പുകാലത്തെ വൈദ്യുതി മുടക്കം വിശ്വാസികളെയും ഏറെ ബാധിച്ചു. നോമ്പുതുറയുടെ സമയത്തും പ്രഭാതങ്ങളിലെ അത്താഴ നേരത്തും വൈദ്യുതി ഇല്ലാത്തത് ദുരിതമാകുന്നു. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ചെർക്കളം നാട്ടുകാർ ഓവർസിയറെ ഓഫീസ് മുറിയിൽ പൂട്ടിയിരുന്നു. പൊവ്വലിൽ നാട്ടുകാർ റാന്തൽ വിളക്കേന്തി പ്രകടനം നടത്തി. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരും സംവിധാനവും ഇല്ലാത്തത് കാരണം തങ്ങൾക്ക് ഒന്നും ചെയ്യാനാവുന്നില്ലെന്നാണ് വൈദ്യുതി വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. ചേരങ്കൈ കടപ്പുറത്ത് കടൽ ഇളകി മറിയുന്നു, നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം. മഴ ശക്തമായതോടെ കടൽക്ഷോഭവും ശക്തമായി. ജില്ലയുടെ വിവിധ ദിക്കുകളിൽ രൂക്ഷമായ കടലാക്രമണമാണ് അനുഭവപ്പെടുന്നത്. ഇതോടെ തീരദേശം ഭീതിയിലായി. കാസർഗോഡ് ചേരങ്കൈ കസബ കടപ്പുറത്ത് കടൽ കലി തുള്ളുന്നു. ഇവിടങ്ങളിൽ നിന്നും 8ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. 130ഓളം വീടുകളാണ് അപകട ഭീഷണി നേരിടുന്നത്. കടൽക്ഷോഭ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങൾ ADM H ദിനേശൻ, തഹസിൽദാർ K അംബുജാക്ഷൻ, വില്ലേജ് ഓഫീസർമാരായ M പ്രകാശൻ, ശശിധര പണ്ഡിറ്റ് എന്നിവർ സന്ദർശിച്ചു. ഗവൺമെന്റ് കോളേജ് ക്യാമ്പസ് കൊതുക് വളർത്ത് കേന്ദ്രമാവുന്നു, വിദ്യാർത്ഥികൾ പനി ഭീഷണിയിൽ. ഡെങ്കിപ്പനി ബാധിച്ച് ഒരു വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാടും നഗരവും സ്വച്ഛ ഭാരത് മിഷൻ കൊണ്ടാടുമ്പോൾ കാസർകോട് ഗവൺമെന്റ് കോളേജ് മാലിന്യങ്ങളുടെയും കൊതുകിന്റെയും വിഹാര കേന്ദ്രമായി മാറുന്നു. കോളേജ് പരിസരത്ത് മിക്കയിടത്തും മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ആശങ്കകൾക്കിടയിൽ ഡെങ്കിപ്പനി ബാധിച്ച ഒരു വിദ്യാർത്ഥി ആശുപത്രിയിലായതോടെ മറ്റു വിദ്യാർത്ഥികൾ ഭീതിയിലാണിപ്പോൾ. PG ബ്ലോക്കിലെ ടോയ്ലറ്റിലേക്കുള്ള പൈപ്പ് പൊട്ടിയ നിലയിലാണ്. വാട്ടർ ടാങ്ക് വൃത്തിഹീനമായിട്ട് കാലങ്ങൾ കഴിഞ്ഞു. ഇതാ ഈ കാഴ്ച കണ്ടോളൂ. ഇത് PG ബ്ലോക്കാണ്. ഇവിടെയാണ് പലരും മാലിന്യങ്ങൾ തള്ളുന്നത്. ഇവിടെ തന്നെയാണ് കൊതുകുകൾ വിലസി നടക്കുന്നതും. മാലിന്യ സംസ്കാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ഭീതി അകറ്റണമെന്നും മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ താഹ ചേരൂർ പറഞ്ഞു. കാസർഗോഡ് കോളേജിലെ നിലവിലെ അവസ്ഥയാണ് ഇന്ന് ഈ കാണുന്ന ഈ വേസ്റ്റൊക്കെ. വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കും വേസ്റ്റ് ഇടാൻ സൗകര്യമില്ലാത്തതിനാൽ ക്യാമ്പസിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അടിയിലായിട്ടാണ് വേസ്റ്റുകൾ കൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മഴക്കാലമായതിനാൽ പല പകർച്ചവ്യാധികളും, ഡെങ്കിപ്പനി പോലുള്ള പല കൊതുക് സംബന്ധമായ പനികൾ മൂലം കോളേജിലെ ഒരു വിദ്യാർത്ഥി 2-3 ദിവസത്തോളമായി ആശുപത്രിയിൽ അഡ്മിറ്റാണ്, ഡെങ്കിപ്പനി ബാധിച്ച്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. ജാഗ്രത ശക്തിയാക്കിയിട്ടുണ്ടെന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വിദ്യാർത്ഥികളല്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ കോളേജിൽ പരിപാടി സംഘടിപ്പിക്കുന്നവരാണ് ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തുതന്നെയായാലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ പനിയെ പേടിച്ചാണ് ഇവിടെ അക്ഷരങ്ങൾ പഠിക്കുന്നത്. കടൽ ഭിത്തി നിർമ്മാണത്തിൽ അഴിമതി എന്ന ആരോപണം, BJPയുടെ ആഭിമുഖ്യത്തിൽ ധർണ സമരം സംഘടിപ്പിച്ചു.
അനുദിനം വർദ്ധിച്ചു വരുന്ന പ്രകൃതിക്ഷോഭത്തിൽ നിന്നും രക്ഷ നേടാൻ സർക്കാർ അനുവദിച്ച തുക വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. കടപ്പുറത്ത് നടന്ന ധർണ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി രമേശ് ഉദ്ഘാടനം ചെയ്തു. ഭരിക്കുന്നവർ സ്വന്തം കീശ വീർപ്പിക്കുന്ന കാഴ്ച ഇന്ന് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഇതിന് മാറ്റമുണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. മഞ്ചേശ്വരം ഉദ്യാവരയിലായിരുന്നു സംഭവം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. മഞ്ചേശ്വരം ഉദ്യാവരയിൽ ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. ഉപ്പള ഭാഗത്ത് നിന്ന് കിഞ്ഞയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന കിഞ്ഞ സ്വദേശി അബ്ദുൽ സലാം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാറിന് മുകളിലുണ്ടായിരുന്ന പോസ്റ്റ് നാട്ടുകാർ നീക്കി. മഞ്ചേശ്വരം പോലീസെത്തി തൂൺ പുനഃസ്ഥാപിച്ചു. നോ പാർക്കിംഗ് ബോർഡില്ല. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പിഴ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് പോലീസിന്റെ പകൽക്കൊള്ള. നോ പാർക്കിംഗ് ബോർഡ് വെക്കാത്ത ദിക്കിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ഈടാക്കുന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് പോലീസിന്റെ നേതൃത്വത്തിൽ പകൽക്കൊള്ള നടക്കുന്നത്. ഷോപ്പിംഗിനും മറ്റാവശ്യങ്ങൾക്കും എത്തുന്ന ആളുകൾ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ്. ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് വെക്കുകയോ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന് നിർദ്ദേശം നൽകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തിരിച്ചു വരുമ്പോഴേക്ക് ട്രാഫിക് പോലീസ് വാഹനങ്ങളിൽ പിഴ അടക്കാനുള്ള നോട്ടീസ് പതിപ്പിച്ചിരിക്കും. നഗരത്തിൽ ആദ്യമായി എത്തുന്ന പലരും മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് പാർക്കിംഗ് അനുവദനീയമല്ലെന്നറിയാതെ അബദ്ധത്തിൽ ചെന്നു ചാടി പിഴ അടക്കേണ്ടി വരുന്നു. പാർക്കിംഗ് വിലക്കുന്ന ബോർഡ് സ്ഥാപിക്കാതെ അകാരണമായി പിഴ ഈടാക്കുന്ന അധികൃതരുടെ നടപടിയിൽ ജനങ്ങൾ രോഷാകുലരാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇവിടെ പാർക്ക് ചെയ്ത്. ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ എന്ത് ബോർഡും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവിടെ RTOൻ്റെ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്, ഫൈൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോ പാർക്കിംഗ് ആണ് ഇവിടെ ബോർഡ് വെച്ചതാണെങ്കിൽ നമ്മളിവിടെ പാർക്ക് ചെയ്യില്ലായിരുന്നു. അറിയില്ല, ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ബോർഡില്ലല്ലോ നോ പാർക്കിങ്ങിൻ്റെ. ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന നമ്മളാണ്, ഈ വണ്ടിയും കൊണ്ട് വെക്കുന്ന ആൾക്കാർ. അതിനനുസരിച്ചിട്ട് ബോർഡും സ്ട്രിക്റ്റ്ലി എഴുതി വെച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കും 100%. കാരണം എന്താ പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ ബോർഡ് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കല്ലെന്നും അത് മുനിസിപ്പാലിറ്റിയുടെ പണിയാണെന്നും പറഞ്ഞ് ട്രാഫിക് പോലീസ് ഒഴിഞ്ഞു മാറുന്നു. ഗോവിന്ദപ്പൈ കോളേജിലെ ബാറ്ററി മോഷണം, പ്രതി അറസ്റ്റിൽ. കോളേജിലെ പ്യൂണാണ് അറസ്റ്റിലായത്. മഞ്ചേശ്വരം ഗോവിന്ദപൈ കോളേജിൽ നിന്നും കഴിഞ്ഞ ദിവസം ബാറ്ററി മോഷണം പോയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോളേജിലെ പ്യൂണായ മലപ്പുറം പോത്തങ്കോട് സ്വദേശി അൻവർ സാദിഖിനെയാണ് അഡീഷണൽ SI വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബാറ്ററി പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. ഇയാൾ സഞ്ചരിച്ചിരുന്ന മാരുതി സെൻ കാർ ഇന്ധനം തീർന്ന് വഴിയിൽ ഓഫായി. നാട്ടുകാർ വാഹനം നോക്കിയപ്പോൾ ബാറ്ററി ശ്രദ്ധയിൽപ്പെടുകയും ഉടനെ മഞ്ചേശ്വരം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി പുണ്യം തേടി. റമസാൻ വിപണിയിൽ താരം സമൂസ തന്നെ. രുചി പകരാൻ വിവിധ ചിക്കൻ വിഭവങ്ങളും. നോമ്പുതുറയെ സമ്പന്നമാക്കാൻ വ്യത്യസ്ത വിഭവങ്ങളാണ് വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാലങ്ങളായി താരമായി നിൽക്കുന്ന സമൂസ തന്നെയാണ് ഇപ്പോഴും ട്രെൻഡ്. 10,000-കണക്കിന് സമൂസയാണ് ജില്ലയിൽ വിറ്റുപോകുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സമൂസ നിർമ്മിക്കുന്ന കോട്ടക്കണി MS ബേക്കറിയിൽ ഇത്തവണയും തിരക്കൊഴിഞ്ഞ നേരമില്ല. 3 തരം സമൂസകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒപ്പം കട്ട്ലറ്റ്, പനീർ പഫ്സ്, വെജിറ്റബിൾ സാൻഡ്വിച്ച്, ചിക്കൻ പിസ്സ, ചിക്കൻ ബർഗർ, ചിക്കൻ ഷവർമ, ബീഫ് റോൾ, ചിക്കൻ സുക്ക, ചിക്കൻ കടുമ്പ്, എഗ് ബ്രെഡ്, ബീഫ് ബോൾ, ചിക്കൻ ബോൾ, ഉന്നക്കായ തുടങ്ങി 20-ലധികം വിഭവങ്ങളുമായാണ് MS ബേക്കറി റംസാൻ വിപണിയെ കയ്യിലെടുക്കുന്നത്. റംസാൻ പ്രമാണിച്ച് വിവിധ സ്റ്റാളുകൾ ഒരുക്കിയതായി ബേക്കറി നടത്തിപ്പുകാർ പറഞ്ഞു. സമൂസ തന്നെ പലതരം സമൂസയുണ്ട്. ചിക്കൻ, ബീഫ്, വെജിറ്റബിൾ, പിന്നെ എഗ് പപ്സ്, പപ്സ് ഐറ്റംസ്, പനീർ പപ്സ് ഉണ്ട്. അതേപോലെ തന്നെ നിരവധി ഐറ്റങ്ങളുണ്ട്. മധുരമുള്ള ഉന്നക്കായി, ഫുഡിങ് ഉണ്ട്, പല ഐറ്റം. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കൂടുതൽ റേറ്റൊന്നും അങ്ങനെ കൂടിയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. സമൂസ, ബീഫ് സമൂസ നമ്മൾ ആഡ് ചെയ്യുന്നത് 8 രൂപയാണ്, വെജിറ്റബിൾ 5, ചിക്കൻ 8 രൂപയാണ്. നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും സമൂസ വിൽപ്പന പൊടിപൊടിക്കുന്നു. പ്രത്യേക സ്റ്റാളുകളിലാണ് വിൽപ്പന. വിദ്യാർത്ഥികൾ വീടുകൾ തോറും കയറിയിറങ്ങിയും വിൽപ്പന നടത്തുന്നുണ്ട്. അല്ലെങ്കിലും സമൂസയില്ലാതെ നമുക്കെന്ത് നോമ്പുതുറ. ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ വെച്ചാൽ ഇത്രയും ഒരു ഉൽപ്പന്നമുള്ള സ്ഥലം ഇവിടെ കാസർഗോഡ് ജില്ലയിൽ എവിടെയുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ 8 വർഷം മുമ്പ് ഭക്ഷിച്ച സമൂസയാണ്. അതേ ടേസ്റ്റാണ് ഇന്നും കിട്ടുന്നത്. ബീഡിയുടെ മേൽ ചുമത്തിയ നികുതി വർധന പിൻവലിക്കണമെന്ന് ബീഡി ലേബേഴ്സ് യൂണിയൻ ഹൊസ്ദുർഗ് താലൂക്ക് വാർഷിക സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്.
സെപ്റ്റംബർ 2 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ ഹൊസ്ദുർഗ് താലൂക്ക് ബി.ഡി. ലേബർ യൂണിയൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. മിനിമം വേതനം 300 രൂപയാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വാർഷിക സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും മക്കളോ മറ്റാളുകളോ പുകവലിക്കാൻ വേണ്ടി പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. പരസ്യമായിട്ട് നമ്മളിത് പറയുന്നില്ല എന്ന് മാത്രമേ. നമ്മളാരും നമ്മളെ മക്കളെ നിർബന്ധിച്ചിട്ട് പുകവലിച്ചോളൂ എന്ന് പറയില്ല. മറ്റേതെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് പോലെയല്ലല്ലോ, മറ്റേതെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയല്ലല്ലോ. അപ്പം അത് സംബന്ധിച്ച് ഒരു പൊതു അവബോധം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാരണം ഗവൺമെൻറ്റിൻ്റെ നിരോധനവും നിയന്ത്രണവും പ്രചാരവേലയും ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള ലോകാരോഗ്യ സംഘടന ഒരു ദിവസം ലോകത്തിൽ ഒരു വർഷത്തിലൊരു ദിവസം പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നു. AK നാരായണൻ അധ്യക്ഷനായിരുന്നു. P നാരായണൻ, P ശാന്താകുമാരി, M രാമൻ, M ഗംഗാധരൻ, T കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് P അപ്പുകുട്ടനെ ചടങ്ങിൽ അനുമോദിച്ചു. നെൽകൃഷിയുടെ ശാസ്ത്രീയ രീതികൾ അറിയാൻ കുട്ടികൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വയലുകളിൽ ഇറങ്ങി. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹരിത സേനാംഗങ്ങളാണ് പ്രായോഗിക കൃഷിപാഠങ്ങൾ അറിയാൻ പാടത്തിറങ്ങിയത്. നെൽകൃഷിയുടെ ശാസ്ത്രീയ രീതികൾ അറിയാൻ കുട്ടികൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വയലുകളിൽ ഇറങ്ങി. പിലിക്കോട് C കൃഷ്ണനായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹരിത സേനാംഗങ്ങളാണ് കൃഷിയെ അടുത്തറിഞ്ഞത്. വിത്ത് സംഭരണത്തിനായുള്ള കൃഷിയാണ് ഇപ്പോൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വയലുകളിൽ നടക്കുന്നത്. ഇതിൽ 7 നെല്ലിന്റെ ഞാറുകൾ കുട്ടികൾ തന്നെ പറിച്ചു നട്ടു. വിത്ത് മുതൽ വിത്ത് വരെ എന്ന പരിപാടിയിലൂടെ നെൽകൃഷിയുടെ ഓരോ ഘട്ടങ്ങളും ഇവർ വയലിലെത്തി കുട്ടികൾ അടുത്തറിയും. 7 ജൈവ തുടങ്ങിയ വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഡോക്ടർ വനജയാണ് കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. യഥാർത്ഥത്തിൽ കുട്ടികളെ ചളിയിലിറങ്ങി എങ്ങനെ ജോലി ചെയ്യാമെന്നുള്ള ഒരു പരിചയമുണ്ട്. 2 സംഗതികളാണ് ഇതിൽ നടക്കുന്നത്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പ്ലേറ്റിൽ ഇത്ര ചോറ് വരുമ്പോൾ അത് ഇതിന്റെ പിറകിൽ എത്ര അധ്വാനം ഉണ്ടെന്നും എത്ര വേർപ്പ് ഒഴുക്കുന്നുണ്ടെന്നും ആ കുട്ടികൾ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസരം. അതൊന്ന്. പിന്നെ അവരുടെ ആ കളിതമാശയിൽ ചെയ്യുന്നുണ്ടും കൂടി ഭാവിയിൽ അവരത് ശരിക്കും അവരുടെ ലൈഫിൽ അത് കൊണ്ടുവരാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ വർഷം പുതുതായി ഹരിതസേനയിൽ അംഗങ്ങളായ കുട്ടികളാണ് ഇതിൽ പങ്കാളികളായത്. നാടൻ പാട്ടുപാടി അവർ ഞാറുനടിൽ ആഘോഷമാക്കി. നാടൻ വിത്തിനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള നെൽകൃഷിയും ഇപ്പോൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വയലുകളിൽ നടന്നു വരുന്നുണ്ട്. ഇതും കുട്ടികൾ കണ്ടറിഞ്ഞു. സ്കൂൾ ഹരിതസേന കോർഡിനേറ്റർ K ജയചന്ദ്രൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. അസുഖം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു. ചട്ടഞ്ചാലിലെ TV രാജന്റെ മകൻ കണ്ണനാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു. പൊവ്വലിലെ വൈദ്യുതി മുടക്കം. തെരുവ് വിളക്കിന് കീഴിൽ റാന്തൽ കത്തിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. പൊവ്വൽ വൈറ്റ് മൂൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത്. യക്ഷഗാന കലാകാരൻ അടൂർ ശ്രീധര റാവു അന്തരിച്ചു. 78 വയസ്സായിരുന്നു. നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. വാമഞ്ചൂരിലെ കൌശിക്, അമൃത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബദിയടുക്ക CHCയിലേക്ക് DYFI മാർച്ച് നടത്തും. 24 രാവിലെ 10 മണിക്കാണ് മാർച്ച്. DYFI രാമഗിരി ഓം യൂണിറ്റ് ഉന്നത വിജയികളെ അനുമോദിച്ചു. പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. DYFI രാമഗിരി 1-ാം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തു നിന്നും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. യൂണിറ്റ് പരിധിയിലെ 7ാം തരം വിദ്യാർത്ഥികൾക്ക് DYFI പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അനുമോദന യോഗം ജില്ലാ കമ്മിറ്റി അംഗം ഷാലു മാത്യു ഉദ്ഘാടനം ചെയ്തു. P രാഗേഷ് അധ്യക്ഷനായി. B ബാലകൃഷ്ണൻ, P രാജു, PK പ്രജീഷ്, K പവിത്രൻ, P പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. KV അനീഷ് സ്വാഗതവും പ്രവീൺ നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മജീഷ്യൻ രാജീവ് മേമുണ്ടയുടെ ശാസ്ത്രജാലം മാജിക് ഷോയും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട് ഇരുട്ടിൽ തന്നെ. ആവശ്യത്തിന് ജീവനക്കാരും സംവിധാനവുമില്ലാതെ KSEB. ചേരങ്കൈ കടപ്പുറത്ത് കടൽ ഇളകി മറിയുന്നു. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം. ഗവൺമെന്റ് കോളേജ് ക്യാമ്പസ് കൊതുക് വളർത്ത് കേന്ദ്രമാവുന്നു. വിദ്യാർത്ഥികൾ പനി ഭീഷണിയിൽ. ഒരാൾ ആശുപത്രിയിൽ. കടൽ ഭിത്തി നിർമ്മാണത്തിൽ അഴിമതി എന്ന ആരോപണം. ധർണ സമരവുമായി BJP. നോ പാർക്കിംഗ് ബോർഡില്ല. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പിഴ. കാസർകോട്ട് പോലീസിന്റെ പകൽക്കൊള്ള. ഗോവിന്ദപൈ കോളേജിലെ ബാറ്ററി മോഷണം. പ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് കോളേജിലെ പ്യൂൺ. റമസാൻ വിപണിയിൽ താരം സമൂസ തന്നെ. രുചി പകരാൻ വിവിധ ചിക്കൻ വിഭവങ്ങളും.
ഇതോടെ KCN മലയാളം വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.